നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. കേരളക്കര ഒന്നരംഗം കാത്തേക്കുകയാണ് മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനിലയെക്കുറിച്ച്. ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയും CPM മുതിർന്ന നേതാവുമായ വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. വിശദമായ മെഡിക്കൽ ബോർഡ് യോഗം അല്പസമയത്തിനകം ചേരും. അച്യുതാനന്ദന്റെ കുടുംബാംഗങ്ങളും പങ്കെടുക്കുന്ന യോഗത്തിൽ തുടർ ചികിത്സ സംബന്ധിച്ച് തീരുമാനം എടുക്കും. നിലവിലെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി തുടർ ചികിത്സകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് യോഗത്തിൽ തീരുമാനിക്കുന്നത്. വി.എസ്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലായിട്ടില്ല. ശാരീരിക സ്ഥിതി കൂടി കണക്കിലെടുത്താണ് ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഡയാലിസിസ് നൽകി വരുന്നത്. കടുത്ത ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ 23-നാണ് വി.എസ്. അച്യുതാനന്ദനെ തിരുവനന്തപുരത്തെ SUD ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ AK ശശീന്ദ്രൻ, K കൃഷ്ണൻകുട്ടി എന്നിവരും മുതിർന്ന CPM നേതാവ് P.K. ഗുരുദാസനും EP ജയരാജനും P.K. ശ്രീമതി അടക്കമുള്ളവരും ആശുപത്രിയിലെത്തി വി.എസ്. അച്യുതാനന്ദനെ സന്ദർശിച്ചിരുന്നു.